പരസ്പരം പഴിചാരിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മലിമസമായിട്ടുള്ള ചർച്ചകളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. വ്യക്തികളുടെ ആരോഗ്യത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെയാണ് അവർ നടക്കുന്നത്. ശരിക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളോട് ഒന്നും പറയാനില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ചീഞ്ഞ ചർച്ചകൾ നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു പത്രസ്ഥാപനം ഭാവിയിൽ കേരളം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് കേരളത്തിന് ആവശ്യം എന്ന ഒരു അജണ്ടയും ഈ പത്രസ്ഥാപനങ്ങൾ നടത്തുന്ന ചർച്ചകളിലും മുഴങ്ങി കേൾക്കുന്നില്ല. അടിസ്ഥാന തൊഴിലാളി വർഗത്തിന് എന്തൊക്കെയാണ് ആവശ്യം, അടിസ്ഥാന തൊഴിലാളി വർഗത്തിന് എന്തെല്ലാം അവകാശങ്ങൾ ഭാവി ഭരണത്തിൽ നിന്ന് നേടിക്കൊടുക്കാൻ സാധിക്കും, എന്താണ് നിങ്ങളുടെ അജണ്ട. അതേപോലെ ഒരു രാജ്യത്തോടുള്ള പ്രതിബദ്ധത, അവരത് പരസ്യമായിട്ട് ഒരേ ജനകീയമായിട്ടുള്ള ചർച്ചകളിൽ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനാണ്. ഈ പത്രം വെക്കുന്നത് ജനങ്ങൾക്കാണല്ലോ, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ കാണുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് ആവശ്യപ്രദമായിട്ടുള്ള ഒരു ചർച്ചകളും നടത്താതെ കോൺഗ്രസിൻ്റെയും BJPയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലെ മലിമസമായിട്ടുള്ള ചീഞ്ഞളിഞ്ഞ ഗ്രൂപ്പിൻ്റെയും അഴിമതിയുടെയും കഥകൾ പറഞ്ഞ് ആരിക്കൂട്ടി ചെയ്യണമെന്ന് പോലും ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കി. ചർച്ച നടക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചർച്ച നടത്തണം. എന്തൊക്കെയാണ് ഭാവി കേരളത്തിൽ ആവശ്യം, യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തൊക്കെയാണ് ആവശ്യം, ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ പത്രങ്ങളായാലും സാമൂഹിക പ്രവർത്തകരായാലും ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് മാച്ച് ഈ പാർട്ടിക്കകത്തെ ജീർണതകൾ ദിനം പ്രതി കേരളത്തിൻ്റെ ഓരോ വീടുകളിലും മുഴങ്ങി കേൾക്കുന്ന രീതിയിൽ ഇവർ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയം ജനാധിപത്യം തകർന്നടിഞ്ഞിട്ട് വർഷങ്ങളായി. ഈ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിന്ന് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കണതെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പരസ്യങ്ങൾ വാങ്ങിക്കൊണ്ട്, ചർച്ചകൾ നടത്തിക്കൊണ്ട്, അവർ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട്, വാർത്തകൾ എഴുതി നമ്മുടെ ജനാധിപത്യം എത്രമാത്രം ജീർണിപ്പിക്കാം എന്ന ഗവേഷണം നടത്തുന്നത് ഈ മുഖ്യധാര പത്രങ്ങളും മാധ്യമങ്ങളും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ജയിച്ചു പോകുന്ന MLA അവരുടെ ആസ്തി, അവരെ എങ്ങനെ പണം സമ്പാദിച്ചു, ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി കാണിക്കുന്ന ആളുകളുണ്ട്. 7ഉം 8ഉം തവണ നിരന്തരം നിയമസഭയിലേക്ക് പോകുന്ന വ്യക്തികളുണ്ട്. ഇവരെ ഓഡിറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ചർച്ചയും കേരളത്തിൽ നടക്കുന്നില്ല. 3 തവണ നിയമസഭയിൽ പോയ വ്യക്തി ആ 3 തവണ നിയമസഭയിൽ എന്തൊക്കെ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ച് അവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്, താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കാവുന്ന ഒരു ചർച്ചയും കേരളത്തിലില്ല. എല്ലാം രാഷ്ട്രീയ ചർച്ചകളായിട്ട് മാറ്റുമ്പോൾ ഇവിടുത്തെ വിലക്കയറ്റത്തെ സംബന്ധിച്ച്, തൊഴിലില്ലായ്മയെ സംബന്ധിച്ച്, പരിസ്ഥിതി മലിനീകരണത്തെ സംബന്ധിച്ച്, വായു മലിനീകരണത്തെ സംബന്ധിച്ച്, വിവിധ തൊഴിലാളികൾക്ക് കിട്ടാനുള്ള അർഹമായ അവകാശങ്ങളെ സംബന്ധിച്ച് ഒരു ഭാവി